രക്ഷയുടെ വാതിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ള അനേകം പേരുണ്ട്. പക്ഷേ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാത്ത, വളരെയധികം നിസ്സംഗതയോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. സ്വന്തം ആത്മരക്ഷയ്ക്ക് നിസ്സാരമായിട്ട് കണ്ട് ജീവിക്കുന്നവർ. അങ്ങനെയുള്ളവർ അവരുടെ മുമ്പിൽ ദൈവം വാതിലടച്ചു കഴിയുമ്പോൾ ഏറ്റവും വലിയ വേദന, ഈ ജീവിതകാലത്ത് ഈ ദൈവഭയം ഇല്ലാത്ത വ്യക്തിയായിട്ട് ജീവിച്ചല്ലോ, നിത്യജീവിതത്തിന് വേണ്ടി ഞാൻ പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചന ശുശ്രൂഷ ഒരനുഗ്രഹമായിട്ട് മാറട്ടെ. ദൈവവചനത്തിൻ്റെ അർത്ഥവും ശക്തിയും എൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമായിട്ട് മാറാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചന ശുശ്രൂഷയിൽ ഈ വാതിലടയ്ക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ഈ ഭൂമിയിലെ അനേകം വേദനകളുണ്ട്. നമ്മളൊരു മനുഷ്യനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനേകം വേദനകളും സങ്കടങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരും. എന്നാൽ ഏറ്റവും വലിയ വേദനയായിട്ട് ബൈബിൾ ചിത്രീകരിക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലടയ്ക്കപ്പെടുന്നത്. നിനക്ക് മുമ്പിൽ സ്വർഗവാതിലുകൾ അടയ്ക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ വേദന. ബൈബിളിൽ ഈ വാതിലടയ്ക്കുന്നതിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഒന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 23, 24 വചനങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവേ 21 മുതലുള്ള വചനങ്ങൾ പറയുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. അന്ന് പലരും വന്ന് നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറയും. നിന്നെ അറിയുകയില്ല എന്ന് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. നിന്നെ അറിയുകയില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിടത്തോളം കാലം ദൈവത്തെ വിളിച്ചിട്ട് നമ്മളെ അറിയുകയില്ല എന്ന് ദൈവം പറയുന്നത്, നമുക്ക് മുമ്പിൽ വാതിലടയ്ക്കപ്പെടുന്നത് ഏറ്റവും വലിയ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാതെ അനുഭവിക്കാതെ ദൈവാനുഭവം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നതാണ്. അവനെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ ഇതിനപ്പുറമുള്ള ജീവിതത്തിൽ ദൈവം അവനെ അറിയാത്തവനായിട്ട് കണക്കാക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമുക്കല്ല 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. 5 പേര് വിവേകശൂന്യരായ 5 പേര് എണ്ണ വാങ്ങിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് മുമ്പിൽ വാതിലടയ്ക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ വാതിലടയ്ക്കപ്പെട്ട് നിസ്സഹായരായിട്ട് പുറത്തു നിന്ന് കരയുന്ന കന്യകമാരെക്കുറിച്ച് കാണാനായിട്ട് കഴിയും. ഇത് ഒരു അന്ത്യവിധിയുടെ ചിത്രം തന്നെയാണ്. ഈ ഭൂമിയിൽ ദൈവത്തെ അറിയാത്തവനായിട്ട് ജീവിച്ച് ദൈവം ചൊരിയുന്ന അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളെ തട്ടിമാറ്റി പാപത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് ജീവിച്ച് പാപിയായിട്ട് മരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവൻ്റെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ദൈവം അവൻ രക്ഷപ്പെടാൻ വേണ്ടി വാതിൽ തുറക്കുന്നുണ്ട്. മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി വാതിൽ തുറക്കപ്പെടുന്ന ആ വാതിലുകളെ ബോധപൂർവം അടച്ചു കളയുമ്പോൾ, സ്വീകരിക്കാതെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് മുമ്പിൽ അടഞ്ഞവനായിട്ട് ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറമുള്ള ജീവിതത്തിൽ ദൈവം നമുക്ക് മുമ്പിൽ വാതിലടയ്ക്കപ്പെടും. ഇത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു രഹസ്യം തന്നെയാണ്. കൂടുതൽ ധ്യാനിക്കുമ്പോഴാണ് ഈ ആത്മരക്ഷയിൽ നിത്യജീവിതത്തിന് വേണ്ടി എത്രമാത്രം അധ്വാനിക്കണമെന്നുള്ള ബോധ്യം നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വളരെയധികം അധ്വാനിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, വളരെയധികം അസ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നു, വളരെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ വചനം പറയുന്നത്, നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചില്ല എങ്കിൽ, നീ നിന്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അധ്വാനിച്ചില്ല എങ്കിൽ, ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ കഠിനാധ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ, നിൻ്റെ ആത്മാവിനെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, നിനക്ക് മുമ്പിൽ രക്ഷയുടെ കവാടം അടയ്ക്കപ്പെടുമെന്നതാണ്. ഇത് ഏറ്റവും വലിയൊരു വേദന തന്നെയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പലപ്പോഴും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ, വിശുദ്ധ ഫൗസ്റ്റീനായുടെയും അതുപോലെ പിന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ലൂർദിൽ ഈ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടും ഈ നരകദർശനം കാണിക്കുമ്പോൾ ഏറ്റവും വലിയ വേദന ഈ ദൈവം അറിയാത്തവരുടെ വേദനയാണ്. ദൈവം അറിയാതെ അടയ്ക്കപ്പെടുന്ന വ്യക്തികളുടെ, നിസ്സഹായരായിട്ട് നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ വേദനയുണ്ട്. ആ വേദനയെ ധ്യാനിച്ചത് കൊണ്ടാണ്, ആ വേദനയെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഭൂമിയിൽ വെച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടുന്നതിന് വേണ്ടി, ഈ നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. നമ്മളെല്ലാവരും ഓടുന്നവരാണ്. ഒരു സമയമുണ്ട്, നമ്മുടെ ഓട്ടമൊക്കെ വെറുതെയാണെന്ന് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ എല്ലാം നിത്യ, ഓടിയതെല്ലാം വ്യർത്ഥം, അല്ലെങ്കിൽ അധ്വാനിച്ചതെല്ലാം
വെറുതെ എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 27-ാമത്തെ വചനങ്ങൾ, ഒരു നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ മുഴുവൻ സന്തോഷങ്ങളെ മായ്ച്ചു കളയും. ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുക. ഒരു 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 മനോഭാവമാണ് മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുക. മരണമുണ്ടെന്നുള്ളത് ബോധ്യമുണ്ടായിരിക്കുക. കർത്താവിനെ, പ്രഭാഷകന്റെ പുസ്തകം 1:13 പറയുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും, മരണ ദിവസം അവൻ അനുഗ്രഹീതനായിരിക്കും. ദൈവഭയമുള്ള വ്യക്തിയായിട്ട് ജീവിക്കുക. ഭൂമിയിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു കൃപയുടെ വഴിയുണ്ട്. ദൈവഭയമുള്ളവനായിട്ട് ജീവിക്കുക. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 25-ാമത്തെ വചനത്തിൽ കർത്താവ് ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ ഇങ്ങനെയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. 13:24. അത് നിങ്ങൾ അനേകം പേര് പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു വന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. രക്ഷയുടെ വാതിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ള അനേകം പേരുണ്ട്. പക്ഷേ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാത്ത, വളരെയധികം നിസ്സംഗതയോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. സ്വന്തം ആത്മരക്ഷയ്ക്ക് നിസ്സാരമായിട്ട് കണ്ട് ജീവിക്കുന്നവർ. അങ്ങനെയുള്ളവർ അവരുടെ മുമ്പിൽ ദൈവം വാതിലടച്ചു കഴിയുമ്പോൾ ഏറ്റവും വലിയ വേദന, ഈ ജീവിതകാലത്ത് ഈ ദൈവഭയം ഇല്ലാത്ത വ്യക്തിയായിട്ട് ജീവിച്ചല്ലോ, നിത്യജീവിതത്തിന് വേണ്ടി ഞാൻ ഒന്നും അധ്വാനിച്ചില്ലോ എന്ന വേദന തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ദൈവം തുറക്കുന്ന രക്ഷയുടെ വാതിൽ തിരിച്ചറിയുക. സക്കേവൂസിൻ്റെ മുമ്പിൽ രക്ഷയുടെ വാതിൽ തുറന്നു. ആ സമയം തന്നെ സക്കേവൂസിന് ദൈവം മാത്രം മതി. പാപിനിയായ സ്ത്രീയുടെ മുമ്പിൽ രക്ഷയുടെ വാതിലാണ്. സമരക്കാരുടെ സ്ത്രീയുടെ മുമ്പിൽ രക്ഷയുടെ വാതിലാണ്. ഇന്ന് പാപിയായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിക്ക് മുമ്പിൽ രക്ഷയുടെ കവാട കർത്താവ് തുറക്കുന്നുണ്ട്. അത് നീ രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യമുണ്ടായ പൊട്ടിക്കരഞ്ഞ് നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കും. അതുകൊണ്ട് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. നിത്യജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയുടെ കവാടം തുറക്കപ്പെടണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തെ, നിത്യജീവിതത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുവാനായിട്ട് ദൈവം കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.